ഗായ്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു, ജസ്റ്റ് കാണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരുമാതിരി ഉണ്ടാക്കും, ഞാൻ കാണിച്ചില്ലായിരുന്നു ഇടയ്ക്ക് ഉണ്ടാക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഉണ്ടാക്കി, പക്ഷേ ഇത്രയും കട്ടിയൊന്നും കാണത്തില്ലല്ലോ. അപ്പം ഇത് മേടിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ആ പാക്കറ്റിൽ പിടിച്ചിട്ടുണ്ടായില്ല എണ്ണയെ ഞാൻ അത് ഉടുപ്പി തേച്ച്, അത് കഴിഞ്ഞ് അമ്മ അവരതിൽ കൊടുത്തിരുന്ന എണ്ണ ഒരു 3-4 മിനിറ്റ് അല്ല 3-4 കുറച്ച് നേരം ചൂടാക്കിയിട്ട് അതിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇടാനായിരുന്നു. അപ്പം അമ്മ കുറച്ചായിട്ട് ഇട്ടുള്ളൂ, കാരണം നമ്മുടെ ഈ വലിയ പാത്രമൊന്നും ഇല്ലായിരുന്നു, ഇച്ചിരി ആയിട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു ദിവസം രാത്രി ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് നേരം 5 മിനിറ്റ്സ് അത് വേവിക്കണമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഷാമ്പൂ ഇട്ട് മുടി കുളിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേക മനസ്സുഖമാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതൊക്കെ ചെയ്ത് മുടിയൊക്കെ കുറച്ച് നേരം കെട്ടി നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു വിധം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറൊക്കെ ആയിരുന്നു. അങ്ങനെ അതെടുത്ത് അമ്മ വേറൊരു പാത്രത്തിലോട്ടാക്കും. അങ്ങനെ കുറച്ചായിട്ട് അമ്മ ചെയ്ത്, പിന്നെ ഇതിൻ്റെ ഒരു പൊടി ഉണ്ടായിരുന്നു, അത് 2 പൊടിയുണ്ട്. അപ്പം അത് രണ്ടും കൂടെ അമ്മ മിക്സ് ചെയ്ത്, അമ്മയല്ല അത് ചേട്ടനാണ് ചെയ്തത്. അമ്മ ഇത് ചെയ്യുന്നുണ്ട്, അത് ചേട്ടനാണ് ചെയ്തത്. രാത്രി ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവർ പെട്ടെന്ന് ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ അമ്മ ഇച്ചിരി കൂടെ കൂടുതലിട്ടു. അങ്ങനെ അച്ചാച്ചൻ ആ മസാലയൊക്കെ ഇട്ട് ഒരു നല്ല കളറുള്ളൊരു മസാലയായിരുന്നു. പക്ഷേ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളന്ന് 2 പാക്കറ്റൊന്നും എടുത്തില്ല, കാരണം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ബൈ.